ഹലോ, ഇന്ന് ഒരു അക്വേറിയം സൈക്ലിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ അക്വേറിയം സൈക്ലിംഗ് എന്നിങ്ങനെ എപ്പോഴും കേൾക്കുന്നതല്ലാതെ അക്വേറിയം സൈക്ലിംഗ് എന്താണെന്ന് പലർക്കും അറിയില്ല. എന്നാൽ എല്ലാവരും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കംപ്ലയിൻറ്റ് എന്താ അറിയോ? ഫിഷ് ടാങ്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു, ഫിഷിനെയൊക്കെ ഇട്ടു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയല്ല അതിനകത്ത് തന്നെ ഫിഷുകളെല്ലാം ചത്തുപോയി. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ്. എന്നാൽ ഒരു പുതിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഫിഷുകൾ ചത്തുപോകുന്നത്? ഇത് തന്നെയാണ് റീസൺ. സൈക്കിൾ ചെയ്യാത്ത അക്വേറിയം ആയതുകൊണ്ടാണ് ഫിഷുകൾ ചത്തുപോകുന്നത്. അക്വേറിയം സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ജൊല്ല് ടാങ്ക് പുതിയത് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടാങ്ക് റീസെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? മീനുകളൊക്കെ ചത്തുപോകും. 2-3-4 ദിവസത്തിനകത്ത് മീനുകളൊക്കെ ചത്തുപോകും. കാരണം മിക്കവാറും ആൾക്കാരൊക്കെ എങ്ങനെയാണ് അക്വേറിയം വാങ്ങുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ വീട്ടിൽ പിള്ളേരൊക്കെ ഫിഷ് ടാങ്ക് വേണം, അക്വേറിയം വേണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ട് പെറ്റ് ഷോപ്പിൽ പോകും, ഒരു ഫിഷ് ടാങ്ക് അങ്ങ് വാങ്ങും, അതിൻ്റെ കൂടെ തന്നെ കുറേ മീനെയും എല്ലാം അങ്ങ് വാങ്ങിയിട്ടാണ് പോകുന്നത് വീട്ടിലേക്ക്. എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഫിഷ് ടാങ്ക് വാങ്ങുന്നതിൻ്റെ കൂടെ ഫിഷിനെ വാങ്ങരുത്. എന്നാൽ പെറ്റ് ഷോപ്പുകാരന് അതായിരിക്കും ലാഭം. കാരണം അവർക്ക് എന്നാൽ ആ ഒരു വലിയ ബിസിനസ് ഒന്നിച്ചങ്ങ് നടക്കുകയാണ്. അതുകൊണ്ട് അവരാരും ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ മെനക്കെടില്ല. ഫിഷ് ടാങ്ക് വേണം, ഏതൊക്കെ ഫിഷിന് വേണ്ടേ സെലക്ട് ചെയ്തോളൂ, എല്ലാം പിള്ളേരെ സന്തോഷത്തിന് നല്ല കളർ ഫിഷുകളെല്ലാം അങ്ങ് സെലക്ട് ചെയ്യും, വീട്ടിൽ കൊണ്ടുപോകും, വെള്ളം നിറക്കും, മീനെ അങ്ങ് ഇടുകയാണ്. പിന്നെ എങ്ങനെ ചാവാതിരിക്കും? കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോകളിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഈ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഈക്കോ സിസ്റ്റമാണ്. അപ്പോൾ ഒരു ഈക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്കോ സിസ്റ്റം സ്കൂളുകളിലൊക്കെ പഠിച്ചതാണ്. പിന്നെ എന്താ പറയുക, ജീവജാലങ്ങളും അതിൻ്റെ ചുറ്റുപാടും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനാണ് ഈക്കോ സിസ്റ്റം, അല്ലേ? ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആൻഡ് ദെയർ ഇൻട്രാക്ഷൻ, അത് വരുമ്പോൾ മാത്രമേ ഈക്കോ സിസ്റ്റം ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഈക്കോ സിസ്റ്റമാണ്. ഈ ഒരു ഈക്കോ സിസ്റ്റം അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫിഷുകൾ ചത്തുപോകും, അതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അവിടെയാണ് ഈ അക്വേറിയം സൈക്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ സൈക്ലിംഗ് എന്ന് പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അക്വേറിയം സൈക്ലിംഗ് എന്താണ് സൈക്ലിംഗ് എന്ന് പലർക്കും അറിയില്ല, ചിലർക്കൊക്കെ കുറച്ചൊക്കെ അറിയാം. ഈ കുറച്ചൊക്കെ അറിയുന്നത് ഈ തീരെ അറിയാത്തതിനേക്കാളും വലിയ വിഷമമാണ്. അത് ഏറ്റവും വലിയ എന്താ പറയുക, അല്പജ്ഞാനം ആപത്ത് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു വിഷയവും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ശരിക്കുള്ളൂ. ഫസ്റ്റ് നമ്മൾ അക്വേറിയം സൈക്ലിംഗ് എന്താണെന്നറിയണം, ഒരു ബയോ ഫിൽട്രേഷൻ എന്താണെന്നറിയണം, എങ്ങനെ ഒരു ബയോ ഫിൽട്രേഷൻ സിസ്റ്റം ഒരു അക്വേറിയത്തിനകത്ത്, ഒരു പുതിയ അക്വേറിയത്തിനകത്ത് അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു പോയിൻറ്റും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫിഷ് പോലും പിന്നെ ചാവില്ല. അപ്പോൾ ആദ്യം സൈക്ലിംഗ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. അക്വേറിയം സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അക്വേറിയത്തിനകത്ത് ഈ ഫിഷുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ, അത് റിമൂവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഒരു അക്വേറിയത്തിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ഒരു ഫിൽട്രേഷൻ അങ്ങ് വെച്ച് കൊടുക്കും. ഇപ്പോൾ നാട്ടിലൊക്കെ പെറ്റ് ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു സ്ഥിരം സംഭവം എന്താ അറിയോ, ഫിഷ് ടാങ്ക് ഉണ്ടാവും, ഫിഷ് ടാങ്കിനകത്ത് നിന്ന് താഴ്ന്നൊരു സബ്മേഴ്സിബിൾ മോട്ടർ വെച്ച് കൊടുത്ത് അതിൻ്റെ പൈപ്പ് ഇങ്ങനെ മേലോട്ട് വന്ന് ആ പൈപ്പിൽ നിന്നുണ്ടാവും ഒരു സ്പോഞ്ചിലേക്ക് അത് വീഴും, എന്നിട്ട് അവിടെ നിന്ന് വെള്ളം താഴോട്ട് പോകും. അപ്പോൾ എന്താണ്, വേസ്റ്റൊക്കെ അങ്ങ് പോകും. എന്നാൽ അവിടെ ബയോ ഫിൽട്രേഷൻ ആണോ നടക്കുന്നത്? അല്ല, ജസ്റ്റ് മെക്കാനിക്കൽ ഫിൽട്രേഷനാണ്. വേസ്റ്റ് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ വേസ്റ്റ് പോയതുകൊണ്ട് മാത്രമായിട്ട് ഫിഷ് ചാവാതിരിക്കില്ല. ഈ വേസ്റ്റുകൾ വെള്ളത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ, അതില്ലാതായാൽ മാത്രമേ ഫിഷ് ചാവാതിരിക്കുള്ളൂ. ഈ അമോണിയയാണ് ഫിഷിനെ കൊല്ലുന്ന ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ. അമോണിയ സ്പൈക്ക് അല്ലെങ്കിൽ അമോണിയ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എപ്പോൾ ഫിഷ് ചത്തെന്ന് ചോദിച്ചാൽ മതി. ഫിഷ് എന്നല്ല, ഏത് ലിവിങ് സിസ്റ്റവും, ഇപ്പോൾ എക്സാമ്പിളിന് സ്നെയിലാവട്ടെ, അങ്ങനെയുള്ള ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഷ്രിമ്പുണ്ടോ സ്നെയിലുണ്ടോ ഏതാണെങ്കിലും തട്ടിപ്പോവും. അപ്പോൾ അമോണിയ ഒഴിവാക്കുന്നതാണ് ബയോ ഫിൽട്രേഷൻ ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് മെക്കാനിക്കൽ ഫിൽട്രേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം ഫിഷ് ചാവാതിരിക്കില്ല. ഫിഷ് ടാങ്കിലെ വെള്ളം ക്ലീൻ ആയതുകൊണ്ടും ഫിഷ് ചാവാതിരിക്കില്ല. കാരണം ഫിഷ് ടാങ്കിൽ നല്ല കണ്ണാടി ചില്ല് പോലുള്ള വെള്ളമാണ്, എന്നിട്ടും ഫിഷ് ചാവുന്നു എന്ന് പറഞ്ഞാണ് പരാതി പറയുന്ന ആൾക്കാർ. ഈ കണ്ണാടി ചില്ല് പോലുള്ള ശുദ്ധമായ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കാണുന്നവർക്കാണ്, മനുഷ്യന്മാർക്ക്. നമ്മൾ ഫിഷ് ടാങ്ക് നോക്കുമ്പോൾ നല്ല ക്ലീൻ വെള്ളമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. പക്ഷേ ഫിഷുകൾക്ക് ക്ലീൻ വെള്ളം എന്ന് പറഞ്ഞാൽ ഹെൽത്തി വാട്ടറാണ്. ഈ മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ വെള്ളമല്ല പ്രധാനം, ആരോഗ്യകരമായ വെള്ളമാണ്. കാരണം അതിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ മുമ്പ് pH ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. pH, അമോണിയ, നൈട്രേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതുമാണ്. എന്നാലും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഫിഷ് ചത്തിട്ടോ അല്ലെങ്കിൽ ഫിഷിൻ്റെ വേസ്റ്റിൽ നിന്നോ ഈ തിന്നാൻ കൊടുക്കുന്നതിൻ്റെ ബാക്കിയിൽ നിന്നോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് അമോണിയ. ഈ അമോണിയ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഫിഷുകൾ ചത്തുപോകും. ഇതൊരു ബേസിക് പാഠം.
അതിനുശേഷമാണ് ഈ അമോണിയ നമുക്ക് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് ബയോ ഫിൽറ്ററിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ബയോ എന്ന് പറഞ്ഞാൽ തന്നെ ലിവിങ് ആണ്, ലിവിങ് ഫിൽട്രേഷൻ സിസ്റ്റമാണ്. അല്ലാതെ ജസ്റ്റ് സ്പോഞ്ചിലേക്ക് വെള്ളം ഒഴിച്ച് ചായ അരിക്കും പോലെ അരിക്കുന്നതല്ല ലിവിങ് ഫിൽട്രേഷൻ സിസ്റ്റം. അപ്പോൾ അവിടെ ഈ അമോണിയയെ നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ബാക്ടീരിയാസ് വേണം. അപ്പോൾ ഈ ബാക്ടീരിയകൾ അമോണിയയെ വിഘടിപ്പിച്ച് എന്ത് ചെയ്യുന്നു, നൈട്രൈറ്റ് ആക്കിയിട്ട് മാറ്റുന്നു. ഈ നൈട്രൈറ്റിനെ വീണ്ടും അടുത്ത ഈ നൈട്രോസോമോണാസ്, നൈട്രോബാക്ടർ, ഈ 2 സെറ്റ് ബാക്ടീരിയകളാണ് ഈ 2 പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ ബാക്ടീരിയ വീണ്ടും നൈട്രൈറ്റും ദോഷകരമായ കാര്യം തന്നെയാണ്, വിഷമാണ്. ഈ നൈട്രൈറ്റിനെ എന്ത് ചെയ്യുന്നു, നൈട്രേറ്റ്സ് ആക്കി മാറ്റുന്നു. ഈ നൈട്രേറ്റ്സ് ഒരളവ് വരെയൊക്കെ ഫിഷിന് പ്രശ്നക്കാരനല്ല. എന്നാൽ നൈട്രേറ്റ്സും ഒരളവിൽ മേലെയായി കഴിഞ്ഞാൽ ആപത്ത് തന്നെയാണ്. അപ്പോൾ നൈട്രേറ്റ്സ് ആയിക്കഴിഞ്ഞാൽ അമോണിയയും നൈട്രേറ്റും പോയി, ഫിഷ് തൽക്കാലത്തേക്ക് ഹാപ്പിയായി, ഹെൽത്തിയായി, ചാവാതിരിക്കും. അപ്പോൾ ഈ നൈട്രേറ്റ് കൂടിക്കഴിയുമ്പോൾ വെള്ളത്തിന് പ്രശ്നം വരുന്നതിനാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ശരി, ഇനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റം, കാനിസ്റ്റർ ഫിൽറ്ററും എല്ലാം സെറ്റ് ചെയ്തു, എന്നിട്ടും എന്തുകൊണ്ട് ചത്തുപോകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മുടെ അക്വേറിയം സൈക്കിൾഡ് ആണോ, സൈക്ലിംഗ് കഴിഞ്ഞ അക്വേറിയം ആണോ എന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഇതാ എക്സാമ്പിളിന്, ഇതിപ്പോൾ ഇവിടെ വെള്ളം നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, ഫിൽട്രേഷനും ഓടുന്നുണ്ട്. ആ ഫിൽറ്റർ ഏതാണെന്നൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നു, ബയോ ഫിൽറ്റർ തന്നെയാണ്. എന്നാൽ ഞാൻ അതിനകത്തൊരു പോയിൻ്റ് പറഞ്ഞായിരുന്നു, ഇത് ഇപ്പോൾ ഫിൽട്രേഷൻ മാത്രമാണ്, ബയോ ഇല്ല. കാരണം എന്താണ്, ഞാൻ മീഡിയ അതിനകത്ത് വെച്ചിട്ടില്ല, ജസ്റ്റ് സ്പോഞ്ച് മാത്രമേ ഉള്ളൂ, ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സ്പോഞ്ച്. മീഡിയ വെക്കാത്ത കാരണം ഞാൻ പറഞ്ഞു, കാരണം ഇത് ക്ലോറിനുള്ള വെള്ളമാണ്, ക്ലോറിൻ റിമൂവ് ആയാൽ മാത്രമേ നമ്മൾ മീഡിയ വെച്ചിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്ടീരിയകൾ ചത്തുപോകും. അതാണ് ബോട്ടം ലൈൻ. അപ്പോൾ ഇനി ഒരു പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ആ ടാങ്കിനകത്ത് ബാക്ടീരിയകളെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് സൈക്ലിംഗ്, വേറൊന്നുമല്ല. ഇനി ഈ സൈക്ലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും, എത്ര ആഴ്ച, എത്ര മാസം, ഇതൊന്നും ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ബാക്ടീരിയ അതിനകത്ത് ഡെവലപ്പായോ എന്ന സൈക്ലിംഗ് കംപ്ലീറ്റ് ആയി. അത് നമുക്ക് എങ്ങനെ അറിയാം, ബാക്ടീരിയ കണ്ണോട് കാണാനും പറ്റില്ല. അതിനാണ് നമ്മൾ വാട്ടർ ചെക്കിങ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളിന് ഇതുപോലുള്ള കണ്ടില്ലേ, നൈട്രേറ്റും അതുപോലെ ഇതെന്തോന്നാണ്, ഇത് അമോണിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ മാർക്കറ്റിൽ വിവിധങ്ങളായ ടെക്നോളജികളുണ്ട്. വളരെ വില കുറഞ്ഞതും കിട്ടും, വില കൂടിയതും ഉണ്ട്. API ടെസ്റ്റ് കിറ്റൊക്കെ കുറച്ച് വില കൂടുതലാണ്, പക്ഷേ റിസൾട്ട് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് JBLൻ്റെ ആണ്, ഇതും പെക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അമോണിയ 0, നൈട്രൈറ്റ് 0, നൈട്രേറ്റ് ഒരല്പം ഉണ്ടായാലും കുഴപ്പമില്ല, ആ ഒരു കണ്ടീഷനായി കഴിഞ്ഞാൽ നമ്മുടെ സൈക്ലിംഗ് കഴിഞ്ഞു, ഫിഷിന് ആഡ് ചെയ്യാം. എന്നാൽ ഒരുമിച്ച് ഫിഷിന് അങ്ങ് ആഡ് ചെയ്യാനും പാടില്ല, 1-2 ഫിഷിനെ ആദ്യം ആഡ് ചെയ്യാൻ പാടുള്ളൂ, എന്നിട്ട് ക്രമേണ മാത്രമേ ഫിഷിൻ്റെ എണ്ണം കൂട്ടാൻ പാടുള്ളൂ. അതൊക്കെ അതിരിക്കട്ടെ. ഇനി എങ്ങനെ ഈ സൈക്ലിംഗ് പ്രോസസ്സ് തുടങ്ങാമെന്നുള്ളത് നോക്കാം. ആദ്യം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്, വെള്ളം നിറച്ചു അല്ലേ, അക്വേറിയത്തിനകത്ത് വെള്ളം നിറച്ചു, ഫിൽറ്റർ വെച്ചു. കൈയോടെ ഫിൽറ്റർ അങ്ങ് വെക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരാൾ പുതുതായിട്ട് ഒരു അക്വേറിയം വാങ്ങിയിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഫിൽറ്റർ ഉണ്ടാവും, ഫിൽട്രേഷൻ ഓൺ ചെയ്തു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ വെച്ച പോലെ ഒരു സ്പോഞ്ച് ഫിൽറ്ററും വെച്ചു, അതും ഓൺ ചെയ്തു, അതും പുതിയതാണെന്ന് വെച്ചോ, അതിനകത്തൊന്നുമില്ല. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. എയറേഷനും ഇട്ടു. എയറേഷൻ ഇടുന്നതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ, ഫിഷ് ഇല്ലാത്ത കണ്ടീഷനിൽ എയറേഷൻ ഉള്ളത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, ഒരേ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, അതുള്ള ക്ലോറിനൊക്കെ പോയി കിട്ടും. ആ ഒരു കാര്യം മാത്രമേ ഈ ഒരു കണ്ടീഷനിൽ എയറേഷന് ചെയ്യാനുള്ളൂ, വേറെ എയറേഷന് ഈ ഒരു കണ്ടീഷനിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ നമ്മുടെ അക്വേറിയത്തിനകത്ത് ബാക്ടീരിയാസിനെ വളർത്താം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്നാൽ മാത്രമേ സൈക്ലിംഗ് ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സൈക്ലിംഗ് ആരംഭിക്കുന്നതിന് ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളിപ്പോൾ സിയാനോ പോലുള്ള ടാങ്കാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് ലിവിങ് ബാക്ടീരിയ ആണ്. ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ടാങ്കിലേക്ക് വേണേൽ പൊട്ടിച്ചൊഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ മീഡിയയിലേക്ക് വേണമെങ്കിലും പൊട്ടിച്ചൊഴിക്കാം. അവർ പെട്ടെന്നൊരു ബാക്ടീരിയൽ കോളനി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ വീക്സോ മന്ത്സോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് ബാക്ടീരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇത് ഇങ്ങനെ പാക്കായിട്ട് കിട്ടുന്നതാണ്. ഇത് ജൊല്ലിലും കിട്ടുന്നുണ്ട്. അത് സിയാനോ അതുപോലെ കണ്ടോ, ജൊല്ല് ബയോ ബൂസ്റ്റ് എന്നും പറഞ്ഞിട്ട് ജൊല്ലിനകത്തും ഈ ഒരു പാക്കറ്റ് വരുന്നുണ്ട്. ജൊല്ലിൻ്റെ ഫ്രഷ് ടാങ്ക്, ഇതിപ്പോൾ നമ്മൾ പുതിയ വാങ്ങിയ ടാങ്കിനകത്ത് കിട്ടിയതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഈ ഫിൽട്രേഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഇത് പൊട്ടിച്ച്, ഇതൊരു പൗഡർ ഫോമിലാണ് വരുന്നത്, ആദ്യത്തെ ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. ഇതിലേക്ക് പൊട്ടിച്ചിടുക ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ റെഡിയായി. എന്നാലും അപ്പം തന്നെ നമ്മൾ ഫിഷിനിടരുത്, 1-2 ദിവസം വെയിറ്റ് ചെയ്തിടുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇതിന് ഈ സൈക്ലിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്നതിൽ ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഇത് ഫിൽട്രേഷനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 1-2 ഗപ്പികളെ ഇടും ടാങ്കിനകത്ത്. ഇന്ന് വെള്ളം നിറച്ച് വെക്കുന്നു, രാവിലെ 2 കുറച്ച് ഗപ്പികളെ, ഒരു 5-6 ഗപ്പി എന്ന് വെച്ചോ,
ഗപ്പികൾ ഇടുന്നു. കാരണം ഗപ്പികൾ എപ്പോഴും കുറച്ച് സ്റ്റേൺ ആയിരിക്കും, കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നു. ഈ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? ഫുഡിൻ്റെ വേസ്റ്റും ഫിഷിൻ്റെ വേസ്റ്റും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു. അമോണിയ നൈട്രേറ്റ് ആവുന്നു. അത് പിന്നീട് നൈട്രേറ്റ് ആവണം. ഈ 3 പ്രോസസ്സ് നടക്കാനുള്ള ബാക്ടീരിയ നാച്ചുറലായിട്ട് തന്നെ ഡെവലപ്പ് ആവും. ഈ ഒരു കേസിൽ നമ്മൾ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്ത ബാക്ടീരിയ വരും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഴയ ടാങ്കിനകത്തുനിന്ന് ഇതുപോലുള്ള പോറസ് ആയിട്ടുള്ള ഇത് മീഡിയ അല്ല, പോറസ് ആയിട്ടുള്ള റോക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ ലൈവ് റോക്ക് എന്നൊക്കെ പറയും പോലെ റോക്ക്, അതുപോലെ പിന്നെ സ്റ്റോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ ടാങ്കിനകത്ത് വെച്ച് കൊടുക്കും. 1-2 വെച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്നുള്ള ബാക്ടീരിയൽ കോളനി കുറച്ചായിട്ട് ഈ ടാങ്കിലേക്ക് വരും. ഈ ടാങ്കിലേക്ക് വരുമ്പോൾ ഇതിനകത്തുള്ള ഫിൽട്ടർ മീഡിയയിലും സർഫസിലും സബ്സ്ട്രേറ്റിലും പ്ലാന്റ്സിൻ്റെ സൈഡിൽ എവിടെയൊക്കെയാണോ ബാക്ടീരിയയ്ക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുന്നത് അവിടെയെല്ലാം ബാക്ടീരിയ വരും. അങ്ങനെയാണ് ടാങ്ക് ഒരു ലിവിങ് സിസ്റ്റമായി മാറുന്നത്. ഇതാണ് സൈക്ലിംഗ് പ്രോസസ്സ്. ടാങ്ക് ഒരു ലിവിങ് സിസ്റ്റം ആയി കഴിഞ്ഞാൽ ഒരു മീനും ചാവില്ല. അതിന് അത്യാവശ്യമുള്ള ഫുഡും അത്യാവശ്യമുള്ള വാട്ടർ ചേഞ്ചും കിട്ടിക്കഴിഞ്ഞാൽ ഒരു മീനും ചത്തുമില്ല. ഇതാണ് സൈക്ലിംഗ് പ്രോസസ്സ്. അല്ലാതെ നേരെ അങ്ങ് ടാങ്ക് സെറ്റ് ചെയ്ത് നേരെ ഫിഷിനെ അങ്ങ് ഇട്ടിട്ട് അയ്യോ എൻ്റെ ഫിഷ് ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബേസിക് പാഠങ്ങൾ അറിയാതെ, ഇപ്പോൾ ഒരു ചായ കൂട്ടാൻ അറിയാത്തവൻ ഹോട്ടൽ തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണിത്. ബേസിക് പാഠങ്ങൾ അറിയാതെ നമ്മളിതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഫിഷ് വാങ്ങിയ സ്ഥലത്തെയോ അല്ലെങ്കിൽ പെറ്റ് സ്റ്റോറിനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അജ്ഞത മൂലമാണ് ഫിഷ് ചേർത്തത്, അല്ലാതെ അവരുടെ പ്രശ്നം കൊണ്ടല്ല. പിന്നെ ഫിഷുകൾക്ക് വരുന്ന ഡിസീസ് അത് വേറെ സംഭവമാണ്. നമ്മൾ ആരോഗ്യമുള്ള ഫിഷിനെ വാങ്ങിക്കൊണ്ടുവന്ന് ടാങ്കിനകത്തിട്ട് അതിനെ കൊല്ലുന്നതാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. ഇനി അടുത്തൊരു കാര്യം, വാട്ടർ ചേഞ്ച്. അപ്പോൾ ഒരു അക്വേറിയം പെർഫെക്റ്റായിട്ട് സൈക്ലിംഗ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 1 വീക്ക് ഞാനങ്ങനെ ഒരു ഇമാജിനറി സംഖ്യ പറയുകയാണ്. ഒരു 1 വീക്ക് 7 ഡേയ്സ് കൊണ്ട് നമ്മുടെ സൈക്ലിംഗ് കഴിഞ്ഞെങ്കിൽ, നമ്മൾ ഫിഷിനെ കുറച്ചായിട്ട് ആഡ് ചെയ്യാനും തുടങ്ങിയെങ്കിൽ എപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യണം? ഇതും ഒരു ക്വസ്റ്റ്യനാണ്. എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്, എപ്പോഴാണ് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത്, എത്രയാണ് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ പിന്നെ ഇതുപോലുള്ളൊരു കിറ്റ് വെച്ച് നൈട്രജൻ, അമോണിയം, നൈട്രേറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് നൈട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50% വാട്ടർ ചേഞ്ച് ചെയ്യുക. എപ്പോൾ? ആഫ്റ്റർ ഒരു 15 ഡേയ്സ്. എന്നിട്ട് പുതിയ വെള്ളം നിറക്കുക. പിന്നെ ഈ പിന്നെ ക്ലോറിനൊന്നും ഇല്ലാത്ത വെള്ളം നിറക്കുക. അപ്പോൾ വെള്ളം വീണ്ടും അങ്ങ് പെർഫെക്റ്റ്ലി ഹെൽത്തി ആവുകയാണ്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, അതായത് വാട്ടർ ചേഞ്ച് 50%, ഇപ്പോൾ ഫ്ലാറ്റുകളിലൊന്നും താമസിക്കുന്നവർക്ക് 50% 2 ആഴ്ചയിൽ ചെയ്യാൻ പറഞ്ഞാലൊന്നും നടക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള 450 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ ആണെങ്കിൽ. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്ലാന്റഡ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ചേഞ്ചിൻ്റെ ഇൻ്റർവെൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? നൈട്രേറ്റിനെ കളയാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ്സുകൾ മെയിനായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു ന്യൂട്രിയൻ്റാണ് നൈട്രേറ്റ്. പ്ലാന്റ്സുകൾക്ക് നൈട്രേറ്റ് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇതുകൊണ്ടാണ് പ്ലാന്റഡ് ടാങ്കിൽ നമ്മൾ വളരെ കുറച്ച് മാത്രം വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ടാങ്കുണ്ട്. ടാങ്കിനകത്ത് അത്യാവശ്യം ഫിൽട്ടർ മീഡിയയും സബ്സ്ട്രേറ്റും സോയിലും എല്ലാം ഉണ്ട്, റോക്കോ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫിഷ് ഉണ്ട്, പിന്നെ നല്ല ബയോഫിൽറ്ററാണ്. എന്നാൽ കുറച്ച് പ്ലാന്റ്സും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടർ ചേഞ്ച് വേണമെങ്കിൽ 1 മാസം വരെയൊക്കെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. ഇത് പല സ്ഥലങ്ങളിലും പല വീഡിയോകളിലും പല നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ കാണാൻ പറ്റും. 10 ദിവസത്തിനകത്ത് 10% ചെയ്യണമെന്നൊക്കെ പറയും. ആ പറയുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. ഓരോ ആൾക്കാർ പറയുന്നതും അവരുടെ അനുഭവത്തിലൂടെയും അവർ വായിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ വായിച്ച് പഠിച്ചിട്ടുള്ളതും റിസർച്ച് ചെയ്തിട്ടുള്ളതും അനുഭവത്തിലൂടെയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാനീ പറയുന്നത്. പിന്നെ ഞാൻ കണ്ട വീഡിയോകൾ ഉണ്ടാവാം. എല്ലാത്തിനും കൂടെയുള്ള അനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൂടെയാണെന്ന് പറഞ്ഞില്ലേ പണ്ടയാൾ, അതുപോലെ ആ ഒരു വെളിച്ചത്തിലേക്ക് കൂടെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഫിഷുകൾ ചത്തുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ് ചാവില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സൈക്ലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അക്വേറിയം സൈക്ലിങ്ങിനെ കുറിച്ച് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നെ ഈ ക്ലോറിൻ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രൈമാണ്, പിന്നെ സീച്ചം പ്രൈം എന്ന് പറഞ്ഞ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അക്വേറിയത്തിൻ്റെ സ്റ്റെബിലിറ്റി, പുതിയ ടാങ്ക് സ്റ്റെബിലൈസേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ എത്ര വില എന്ന് നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ നെറ്റിൽ നോക്കിയാൽ മതി. ഇതെത്രയാണ്? 1 ലിറ്ററോ 2 ലിറ്ററാണ്. 2 ലിറ്റർ സ്റ്റെബിലിറ്റിക്ക് എത്ര വില എന്നൊന്ന് നോക്കിയാൽ ഇതിൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. എന്നാലും നമ്മളൊരു സമാധാനത്തിന് ആൾക്കാർ വാങ്ങുമ്പോൾ തന്നെ നല്ലോണം പൈസ ചിലവാക്കിയിട്ട് വാങ്ങി നല്ല ഒരു പെർഫെക്റ്റ് ഇക്കോസിസ്റ്റം ആക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതെല്ലാം വാങ്ങാം. നമ്മളും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ ഇതിന് ആഡ് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ എത്രയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സൈക്ലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്.
എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നമുക്കൊരു പെറ്റ്സ് ആൻഡ് ഫിൻസിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്യാവശ്യം മെസ്സേജ് ഒന്നും അയക്കാറില്ല. ഓക്കെ, ബാക്കി അങ്ങനെയുള്ള എല്ലാ മീഡിയകളും ഉണ്ട്, എങ്ങനെ വേണേൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവനെ എവിടത്താണെന്നൊന്ന് പറഞ്ഞ് ചീത്ത പറയാമെന്ന് വരണ്ട. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി പിന്നെ ഫിഷുകൾ ആഡ് ചെയ്യും, അതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.